ക്ലെയിമോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണല്ലേ? ഓക്കെ, സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർ. ഓക്കെ, നിലവിൽ ടയർ ഭാഗങ്ങളും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. സീറ്റായിൽ തന്നെ അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2016 കിലോമീറ്റർ 93,000 കിലോമീറ്റർ വരെയുണ്ട്. 16-93,000 പെട്രോൾ വണ്ടിയാണ്. 800 cc അല്ലേ? 800 cc. ഒരു 18-19 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. വേറെ വലിയ കൂടിയ മെയിൻ്റെനൻസ് ഒന്നും വരുന്നില്ല. സാധാരണ രീതിയിൽ കൊണ്ടുനടക്കാൻ ചെറിയ രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. കണ്ണു പോകുന്നത് ആദ്യം ഉള്ളിലേക്ക് പോകുമ്പോൾ സീറ്റ് കവറാണ്. നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് ചെയ്ത വാഹനം. KL 39 രജിസ്ട്രേഷൻ. കേരള വണ്ടി തന്നെയാണ്? കേരള വണ്ടി, ഒറിജിനൽ കേരള അല്ലേ? സർവീസ് ഉണ്ടോ? റോബർ സർവീസ് പക്ക സർവീസ്, A to Z സർവീസ് ഉണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ അല്ലേ? ഓക്കെ, സെക്കൻഡ് ഓണർ ആയ ഒരു ഡീസൽ ബ്രസ, ഒരു 18-19 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ കാണിക്കാത്ത ഒരു പുതിയ ഷോറൂമുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ദ ഓൺ വീൽസ് പ്രീ ഓൺഡ് കാർസ് ആൻഡ് ബൈക്സ്, രണ്ടുമുണ്ട്, കാറുണ്ട് ബൈക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ടാണ്. കരുവാരക്കുണ്ട് പെരിന്തൽമണ്ണ റൂട്ടിലാണ് ഈ ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് ചോദിച്ചറിയേണ്ടത്, വണ്ടികൾ ഏത് ക്വാളിറ്റിയിലാണ് എങ്ങനെയാണ് കൊടുക്കുന്നത് ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതൊക്കെ ചോദിച്ചറിയാൻ നമുക്ക് സ്വാഗതം ചെയ്യാം. ഒന്നോളൂ ബ്രോ, എന്താ പേരെന്താ? ആബിദ്, സ്വാഗതം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്ര കാലം ഈ ഒരു ഷോറൂം തുടങ്ങിയിട്ട്? ഇപ്പോൾ ഒരു 2 വർഷമായി. ഓക്കെ, ഏതൊക്കെ സെഗ്മെന്റ് വണ്ടികളാണ്? എല്ലാ ടൈപ്പും ഉണ്ടോ? എല്ലാ ടൈപ്പും എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ 6 SUV സെഗ്മെന്റ് ഈ സൈഡ് ഉണ്ട്, MPV ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? അറേഞ്ച് ചെയ്ത് കൊടുക്കും. ബാക്കിൽ ഒരു പ്രീമിയം കണ്ടല്ലോ, ബെൻസ് ഒക്കെ അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ടൈപ്പും കിട്ടുന്നൊരു ഷോറൂമാണ്. പിന്നെ നിങ്ങൾ വാറണ്ടി അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? നമ്മൾ കസ്റ്റമർക്ക് ഒരു മാസത്തെ എഞ്ചിൻ ഗിയർ ബോക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്തെടുക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ഷോറൂമിൽ കൊണ്ടുപോകണേ. ഷോറൂം ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും? ഇവിടുന്ന് ഒരു 22 കിലോമീറ്റർ പെരിന്തൽമണ്ണ. ഓക്കെ, അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. 1 month ആണ് എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി കിട്ടുന്നത്. എല്ലാ സെഗ്മെന്റ് വണ്ടികളുണ്ട്. എടുക്കുന്ന വണ്ടികൾ നിങ്ങൾ എന്തായാലും ക്ലെയിമും ഫ്ലഡ് ഒക്കെ നോക്കിയിട്ടല്ലേ എടുക്കുന്നത്? ഫ്ലഡ് ടോട്ടൽ ലോസ് കൊടുക്കാറില്ല. ചെറിയ ക്ലെയിം ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം, നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊള്ളണം. അപ്പോൾ ഇവിടുത്തെ സ്റ്റോക്കൊക്കെ വെറൈറ്റി എല്ലാ സെഗ്മെൻറ്റ് വാഹനങ്ങളും നമ്മൾ കാണിക്കാം അല്ലേ ഇന്ന്? ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഓൺ വീൽസിലെ കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഓക്കെ, നമുക്ക് ആദ്യം SUV സെഗ്മെൻറ്റിൽ തുടങ്ങാം. ഒരു പഴയ ഷേപ്പ് ഥാറാണ് അല്ലേ? അതെ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2012 തേർഡ് ഓണർ. ഓക്കെ, ഇവിടെ NOCയിൽ നമ്മളിപ്പോൾ നമ്പറാക്കി നമ്മുടെ പേരിലേക്ക് NOC എടുത്ത വണ്ടി. NOC എടുത്തു വെച്ചാൽ ഈ വണ്ടിയാണല്ലോ? ഈ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ 4.75. 4,75,000 NOC പ്രൈസ് ആണോ? അതോ മാറിയില്ല? കേരള നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസാണ്. 4,75,000 രൂപ. 2012 ഥാറ്. ഇതെത്ര ഓട്ടം കാണിക്കുന്നത്? എത്ര ഇപ്പോൾ? 1ന്റെ ഉള്ളിലാണ് കാണിക്കുന്നത്. 95 കാണിക്കുന്നത്. ഉറപ്പ് പറയാൻ പറ്റൂല അല്ലേ ഓട്ടം? ഓക്കെ, എന്തായാലും 4 വൈഡൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ അല്ല, അലോയ്സ് ഇല്ല, വൈഡൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെ? വർക്കിംഗ് പക്ക വർക്കിംഗ്. 4 വീൽ കാര്യങ്ങളെല്ലാം 4 വീലും എല്ലാം പക്ക വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു 4 വീൽ ഥാർ 2012 നിങ്ങൾക്ക് കൊണ്ടുപോകാം. കേരള നമ്പർ ആക്കിയിട്ട് 4,75,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. ഇത് ലോൺ ചാൻസ് ഉണ്ടോ ഇങ്ങോട്ട്? ലോൺ നമുക്ക് ഏകദേശം മാറിയാലേ കിട്ടുള്ളൂ. ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്കോ? വീണ്ടും മഹീന്ദ്ര തന്നെ ബൊലേറോ KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2012 വണ്ടി. ഇത് 12 SLX മിഡിൽ ഓപ്ഷൻ. അതെ. ഓക്കെ, പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ വരില്ലേ? 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഇതൊക്കെ എല്ലാം വർക്കിംഗ് അല്ലേ? വർക്കിംഗ് കണ്ടീഷൻ എല്ലാം വർക്കിംഗ് ഉണ്ട്. ഓക്കെ, സസ്പെൻഷൻ വൈസും എല്ലാം പക്ക. ഒന്നും ക്വാളിറ്റി വണ്ടിയാണ്. മെക്കാനിക്കൽ വൈസ് ഓക്കെയാണ്. കാര്യങ്ങളൊക്കെ ക്വാളിറ്റിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ അല്ലേ? 2012 മിഡിൽ ഓപ്ഷൻ ബൊലേറോ ആണ്. ബൊലേറോ പൊതുവെ ഒരു 15ന്റെ ഒക്കെ അകത്തായിട്ട് മൈലേജ് കിട്ടും അല്ലേ ഏകദേശം? ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? നമ്മളിത് 3,60,000. 3,60,000 രൂപ. 2012 ബൊലേറോ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ഒരു 2.25-3 ലക്ഷം വരെയൊക്കെ ലോൺ കയറും? കിട്ടില്ല. ഓക്കെ, നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുമല്ലോ ലോൺ? നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ അടുത്ത 7 സീറ്റർ ടൊയോട്ട ഇന്നോവയാണ്. ഇതും ഉണ്ടല്ലേ ഇവിടെ? ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 നമ്പറായ വണ്ടി.
കേരള നമ്പർ ആയി കഴിഞ്ഞ് എവിടെയായത്? ഇല്ല, അപ്പോൾ NOC എടുത്ത് കഴിഞ്ഞ് നമ്മൾ ടാക്സ് അടച്ചാൽ മതി. ടാക്സ് അടച്ചാൽ മതി. നിങ്ങൾ അടച്ചു കൊടുക്കും? അടച്ചുകൊണ്ട് കേരള നമ്പറിൽ കൊടുക്കുന്നുണ്ട്. കേരള നമ്പർ ആക്കിയിട്ട് കൊടുക്കുക അല്ലേ? NOC എവിടെ എടുത്ത? നിലമ്പൂർ KL 71 അല്ലേ? KL 71. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങൾ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. മെയിൻ ക്ലാസ് മാത്രമേ മാറിയുള്ളൂ. ഓക്കെ, വേറെ വരിക്കൊന്നുമില്ല. ഏതാ G4? G4 2015 G4. ഓട്ടോ എത്രയാണ് കാണിക്കുന്നത്? ഇത് 1ന്റെ മേലെ ഉണ്ട്. 1ന്റെ മേലെ. ഓക്കെ, ജെനുവിൻ പറയാൻ പറ്റൂല അല്ലേ കിലോമീറ്റർ? ഓക്കെ, എന്തായാലും കുഴപ്പമില്ലാത്ത ഇന്റീരിയറും എക്സ്റ്റീരിയറും തന്നെയാണ് വണ്ടി. വേറെ ക്വാളിറ്റി വണ്ടി. വേറെ മേജർ ക്ലെയിം ഒന്നുമില്ല, ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? നമ്മളിവിടെ നമ്പർ ആക്കിയാണ്ട് 8.4. നമ്പർ ആക്കിയതിന് ശേഷം, കേരള നമ്പർ ആക്കിയതിന് ശേഷം 8,25,000. NOC പ്രൈസ് അല്ല. നിങ്ങൾ വേറെ ഒരു അഡീഷണൽ ചാർജ് ഒന്നും കാണേണ്ട ആവശ്യമില്ല അല്ലേ? നമ്പർ ആക്കണമെങ്കിൽ തന്നെ ഏകദേശം 1.5 കാണേണ്ടി വരും. ഇത് 1ന്റെ മേലെ ഏകദേശം വരുന്നുണ്ട്. അപ്പോൾ നമ്പർ ആക്കിയിട്ട് 8,25,000. ഓക്കെ, പ്രൈസ് നമ്മൾ പറയുന്ന പ്രൈസ് ഒന്നും ലാസ്റ്റ് ഉള്ളല്ലോ, കുറച്ച് കൊടുക്കാമല്ലോ, ചെറിയ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിൽ അടുത്തതാ മൈക്ര ആക്റ്റീവ്. ഇത് കേരള വണ്ടിയാ? കേരള വണ്ടി, ഒറിജിനൽ കേരള. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2018 പെട്രോൾ 18 മോഡലാണ്. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ഷേപ്പ് മാറ്റണ്ടാവും മൈക്രയിൽ അല്ലേ? ഫ്രണ്ടിൽ നോക്കുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഏത് ഓപ്ഷൻ ഇത്? എക്സൽ ആണ്. മിഡിൽ ഓപ്ഷൻ വരുന്ന വാഹനം. ഇതിൽ പുഷ്പട്ടം വരുള്ളല്ലോ? അല്ല, ഇതിൻ്റെ ഓപ്ഷൻ കൂടിയതുള്ളൂ. ഫുൾ ഓപ്ഷൻ നേരത്തെ ആയിരുന്നു. മൈക്രയിൽ എക്സലിൽ തന്നെ ഫുൾ ഓപ്ഷൻ പുഷ്പട്ടം വരും, പക്ഷേ ഇതിൽ വരില്ല, ആക്റ്റീവിൽ വരില്ല. 4 ഡോർ പവറിൻ്റെ കാര്യങ്ങൾ എല്ലാം വരില്ല. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്, പക്ക. കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോ എത്ര പോയി? ഓട്ടം 83,000 കിലോമീറ്റർ. 83,000. 2018 പെട്രോൾ മൈക്ര ആക്റ്റീവ്. കിലോമീറ്റർ ഉറപ്പ് കിലോമീറ്റർ ജനുവിൻ്റെ സർവീസ് ഉണ്ട് അല്ലേ? എത്ര ഓണർഷിപ്പ്? സിംഗിൾ ഓണർ വണ്ടി. എത്ര കൊടുക്കാം ഇത്? ഇത് നമുക്ക് 3,10,000. 3,10. 2018 മൈക്ര ആക്റ്റീവ് എക്സൽ ഓപ്ഷൻ വാഹനമാണ്. 3,10 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 2.25 അല്ലെ ഫുൾ ലോൺ വരെ ചാൻസ് ഉണ്ടോ? ഫുൾ ലോൺ മാക്സിമം ലോൺ കയറും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത റിനോ ക്വിഡ് ആണ്. KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇതെങ്ങനെയാണ് ബ്രോ ഡീറ്റെയിൽ? 2016 കിലോമീറ്റർ 93,000 കിലോമീറ്റർ ഓടിയുണ്ട്. 16 93,000. പെട്രോൾ വണ്ടിയാണ്. 800 cc അല്ലേ? 800 cc. ഒരു 18-19 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. വേറെ വലിയ കൂടിയ മെയിൻ്റെനൻസ് ഒന്നും വരില്ല. സാധാരണ രീതിയിൽ കൊണ്ടുനടക്കാൻ ചെറിയ രീതിയിൽ അല്ലേ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ക്ലെയിം റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. ഏതാ ഓപ്ഷൻ ഇത്? RST. ഇതിൽ ഫുൾ ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും. ഓക്കെ, കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. 70% ടയേഴ്സും ഉണ്ട്. അപ്പോൾ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഒരു ഫാമിലി പർപ്പസിന് പറ്റിയ വണ്ടി. എത്ര കൊടുക്കുക ഇത്? നമ്മൾ 2 ലക്ഷം. 2 ലക്ഷത്തിന് 2016 ക്വിഡ് നമുക്ക് കൊണ്ടുപോകാം. RXT ആണ് ഓപ്ഷൻ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. വില എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാൻ പറ്റും? സിംഗിൾ ഓണർ വണ്ടിയാണ്. ചെറിയ മാറ്റത്തിൽ എന്തെങ്കിലും നോക്കാം. അപ്പോൾ എന്തായാലും വിളിച്ചോളൂ. ലോണും മാക്സിമം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു 1.25 കിട്ടാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഫുൾ ലോൺ തന്നെ കിട്ടും. നോക്കിക്കോളൂ. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു നിസാൻ മൈക്ര ആക്റ്റീവ് തന്നെ. KL 5 കോട്ടയം വണ്ടിയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2014 എക്സൽ ഓപ്ഷൻ വരുന്നുണ്ട്. എക്സൽ ലൈനാണ്. മിഡിൽ ഓപ്ഷൻ തന്നെയാണ്. 2014 മോഡൽ. നേരത്തെ കണ്ടത് 18 ആണ്. ഇത് 4 വർഷം പുറകോട്ടുള്ള വണ്ടിയാണ്. ആക്റ്റീവ് അല്ലേ? ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ്. ഓട്ടോ എത്രയാ? ഓട്ടം 78,000 കിലോമീറ്റർ. 78,000. ഓക്കെ, ജെനുവിൻ പറയാൻ പറ്റും? കിലോമീറ്റർ പറയാൻ പറ്റും. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, മൈക്ര പൊതുവെ മൈലേജ് മൈക്ര ഇത് ആക്റ്റീവ് ആയാലും മൈലേജ് ഒരു 12-15 റേഞ്ച് കണ്ടാൽ മതി. മൈലേജ് ലോങ്ങിലൊക്കെ അത്രയും കണ്ടാൽ മതി. ഓക്കെ, കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട് അല്ലേ? ഒരു 75 അബവ് ടയേഴ്സ് ഉണ്ട്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ 2,40,000. 2,40,000 രൂപയ്ക്ക് 2014 എക്സൽ ആക്റ്റീവ് മൈക്ര നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഈ പറഞ്ഞിട്ട് ഫോട്ടോ പവറിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ലോൺ ഒരു 2 lakh ലോണ് ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തതൊരു ഹോണ്ട എമേസിൻ്റെ ഫസ്റ്റ് ഷേപ്പ് വാഹനമാണ്. കണ്ണ് പോകുന്നത് ആദ്യം ഉള്ളിലേക്ക് പോകുമ്പോൾ സീറ്റ് കവറാണ്. നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് ചെയ്ത വാഹനം. KL 39 രജിസ്ട്രേഷൻ. കേരള വണ്ടി തന്നെയാണ്? കേരള വണ്ടി, ഒറിജിനൽ കേരള അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഡീസൽ സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഏതാ ഓപ്ഷൻ? എസ്. മിഡിൽ ഓപ്ഷൻ വരും. മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റിയറിംഗ് കൺട്രോൾസ് അങ്ങനത്തെ ഒക്കെ വരും അല്ലേ? ഓക്കെ, മോഡൽ ഏതാ? 2013 വണ്ടി. 13 S ഡീസൽ എമേസ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. എത്ര ഓട്ടം കാണിക്കുന്നത്? 1,20,000 കിലോമീറ്റർ. 1,20,000 ജെന്യുൻ. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു നീറ്റ് എമേസ് ആണ്. ഡീസൽ എമേസിന് മൈലേജ് പറയേണ്ട കാര്യമില്ല. ഒരു 18 മിനിമം എന്തായാലും കിട്ടും. അതിൻ്റെ മുകളിലോട്ട് 20-22 ഇതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, എത്ര കൊടുക്കുക ഇത്?
3,30,000. എത്ര? 3,30,000. 3,30 അല്ലേ? പ്രൈസ് ചെറിയ മാറ്റം കൊടുക്കാമല്ലോ. 3,30 ഒറിജിനൽ കേരള 2013 എസ് ഓപ്ഷൻ ഡീസൽ അമേസ് ഒരു നീറ്റ് വണ്ടി കൊണ്ടുപോകാം. ഓക്കെ, എന്താ പറയുക, ഇതിന് ഡീസൽ അധികം കുറച്ച് വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പവറിലൊരു വ്യത്യാസം വരുന്നുണ്ട്. വ്യത്യാസം വരുന്നത് വെച്ചാൽ ഒരു ഓവർ സ്പീഡ് നമുക്ക് കയറ്റി പോകാൻ പറ്റില്ല, ഒരു സ്പീഡ് ലിമിറ്റ് വരെ പോകാൻ പറ്റും. അപ്പോൾ ഡീസൽ എപ്പോഴും ഒരു ഹാഫ് ടാങ്കിന് മേലെ മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് പമ്പിനും എല്ലാത്തിനും നല്ലത്. ഏത് വണ്ടിയാലും പെട്രോൾ ഡീസൽ അല്ല, ഇതിൽ പ്രത്യേകിച്ച് ഡീസൽ കുറഞ്ഞാൽ ഇതിൻ്റെ കിലോമീറ്റർ കയറൂല, സ്പീഡ് കയറൂല, സ്പീഡ് കുറച്ച് പിന്നെ കയറൂല. അത് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഹോണ്ടയുടെ തന്നെ സിറ്റി. എന്താ പറയുക, അമേസിനേക്കാൾ കൂടിയ കാറ്റഗറി, KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനം. കേരള വണ്ടിയല്ല? കേരള വണ്ടി. ഇതൊക്കെ റിവ്യൂ വരാറുണ്ട്, അതുകൊണ്ടാണ് എടുത്തെടുത്ത് ചോദിക്കുന്നത്. കേരള വണ്ടിയിൽ എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2014 സിറ്റിയാണ്. അതെ, വി ഓപ്ഷൻ. അപ്പോൾ ഈ ഷേപ്പ് അതിന് ടൈപ്പ് ആക്കിയതാണ് അല്ലേ? അതിൻ്റെ ഇതിക്ക് മാറ്റിയതാണ്. ന്യൂട്ടൈപ്പാക്കിന്റെ ആക്സിഡന്റ് മേജറായിട്ട് പറ്റിയിട്ട് ബാക്കിയൊന്നും അല്ലല്ലോ. ഇഷ്ടം കൊണ്ട് മാറ്റിയാണോ? ഇത് മാറ്റിയാണ്. ഉറപ്പിക്കാലോ? ബോണ്ടും കൂടി മാറിയിട്ടില്ല, നോക്കാം. ഓക്കെ, എത്ര ഓട്ടം? ഇത് 1,50,000 കിലോമീറ്റർ. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയ സിറ്റിയാണ്. 2014 ഒറിജിനൽ കേരള വണ്ടി. ഷേപ്പ് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഏതാ ഓപ്ഷൻ വരുന്നത്? വി ആണ്. ഫുൾ ഓപ്ഷൻ. അന്ന് VX ആണ് ടോപ്പ്, അതിന് തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് വി. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ്. ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഇത് ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ചെയ്തിട്ടുണ്ടല്ലേ? ഈ സിറ്റിയിൽ ഡീസൽ മൈലേജ് ഇതിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ മൈലേജ് കിട്ടും. ഒരു 1-2 കുറയുന്നേ ഉള്ളൂ അലോയ്സിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ 4,45. 14 മോഡലല്ലേ പറഞ്ഞത്? 14 മോഡൽ 4,40,000 രൂപയ്ക്ക് വി ഓപ്ഷൻ ഒറിജിനൽ കേരള ഡീസൽ സിറ്റി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 3.25 ലോൺ കയറൂലേ? 3.25. അടുത്തത് ഒരു ഡീസൽ ബ്രസ KL7 രജിസ്ട്രേഷൻ. ഡീസലല്ലേ? അതെ, ഡീസൽ. ഓക്കെ, ഞാൻ ഒരു ഊഹത്ത് പറഞ്ഞ ഡീസലുണ്ട്. ഓക്കെ, കേരള വണ്ടിയല്ലേ? കേരള വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 VDI മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനമാണ്. 2017 മോഡൽ. കിലോമീറ്റർ 1,60,000. 1,60,000. സർവീസ് ഉണ്ടോ? റോബർ സർവീസ് പക്ക സർവീസ്, A to Z സർവീസ് ഉണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ അല്ലേ? അതെ. ഓക്കെ, സെക്കൻഡ് ഓണർ ആയ ഒരു ഡീസൽ ബ്രസ, ഒരു 18-19 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. അലവിൽ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. അഡീഷണൽ മാറ്റി ചെയ്ത വണ്ടിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ടയേഴ്സ് ഫ്രണ്ടിൽ കുഴപ്പമില്ലല്ലോ? നാലും കുഴപ്പമില്ല അല്ലേ? ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? നമ്മൾ 5,90,000. 5,90,000 രൂപയ്ക്ക് 2017 VDI ബ്രസ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒന്നും കൂടി പ്രൈസ് മാറ്റിക്കൂടെ? കാരണം എന്ന് വെച്ചാൽ ഏകദേശം നല്ല നോർമൽ ഓട്ടാണെങ്കിൽ കുറച്ചും കൂടി മാർക്കറ്റ് മാറും വണ്ടിയുടെ. ഇപ്പോൾ ഈ ഒരു മാർക്കറ്റ് വന്നു വെച്ചാൽ ഈ ഒരു ഓട്ടം കൊണ്ടാണ്. 17 VDI ആണ്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, ക്ലെയിം കാര്യമൊന്നും. ഓക്കെ, നിലവിലൊന്നും ചെയ്യാനുള്ള വണ്ടി? നിലവിലൊന്നും ചെയ്യാനില്ല, ഒന്നൊരുക്ക് കൊണ്ടുപോയാൽ മതി, സർവീസ് എടുത്താൽ ചെയ്താൽ. ഓക്കെ, അടുത്തത് ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനമാണ്. ബലേനോ KL7 എറണാകുളം രജിസ്ട്രേഷൻ വണ്ടി. ഇത് ഡീസലാണ് അല്ലേ? ഡീസൽ. നല്ല മൈലേജ് കിട്ടും. ഒരു 20 മേലെ കിട്ടും ലോങ് അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 ഓപ്ഷൻ സീറ്റ ആണ്. അതെ, ഷോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് സീറ്റ. ഓക്കെ, ഓട്ടം എത്ര പോയി? ഓട്ടം 1.15 അങ്ങനെ. ഓക്കെ, പിന്നെ സിംഗിൾ ഓണർ ഉണ്ട്. A to Z സർവീസിലുണ്ട്. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. 2017 സീറ്റ 1 സംതിങ് ഓടിയ വാഹനം. ക്ലെയിമോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണല്ലേ? ഓക്കെ, സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർ. ഓക്കെ, നിലവിലെ ടയർ ഭാഗങ്ങളും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. സീറ്റയിൽ തന്നെ അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുഷ്പട്ട സീറ്റയിൽ വരുന്നുണ്ട്. അന്ന് ടോപ്പില ബട്ടർഷട്ടുണ്ട്. ഓക്കെ, റിവേഴ്സ് ക്യാം മാത്രമില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇത് നമുക്ക് എത്ര കൊടുക്കാം? നമ്മളൊരു 5,80,000 രൂപ. ഓക്കെ, 5,80,000 ചോദിക്കുന്നത്. ചെറിയ എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, ഡീസലാണ്. സീറ്റ ടോപ്പിൻ്റെ തൊട്ട് താഴെ ഈ ഇത്രയും ഫീച്ചേഴ്സ് വരുന്നൊരു വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. ഒരു 5 lakhs ലോണ് ചാൻസ് ഇല്ലേ? അതിൻ്റെ മുകളിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ വീണ്ടും ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റിന് i20 KL71. ഇവിടെ നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ് അല്ലേ? അതെ, കേരള വണ്ടിയല്ലേ? കേരള വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2015 ഡീസലാണ് ഇതും അല്ലേ? ഇതും ഡ്രൈവിംഗ് കംഫർട്ട് എല്ലാം ഉള്ള ഒരു വാഹനം. അതും ഡീസൽ ആയതുകൊണ്ട് തന്നെ മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ, ഓട്ടം എത്ര പോയി? ഓട്ടം 1.5 മേലുണ്ട്. 1.25 ആ റേഞ്ചിന്. 1.25. ഓക്കെ, സെയിം റേഞ്ച് തന്നെ.
ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് 3. തേർഡ് ഓണർ ആയിട്ടുണ്ട്. ഓക്കെ, എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് 460. ഇതേത് ഓപ്ഷൻ വരുന്നത്? ആസ്ട്ര ഏറ്റവും ടോപ്പൻ ആണ് അല്ലേ? 4,60,000 രൂപയ്ക്ക് 2015 ആസ്റ്റ ഡീസൽ i20 നിങ്ങൾക്ക് കൊണ്ടുപോകാം. പ്രൈസ് സ്ലൈറ്റ്ലി മാറ്റി കൊടുക്കാം അല്ലേ? പ്രൈസ് ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. ഒരു 4 lakhs എബോവ് ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, വേറെ വർക്കൊന്നും ഇല്ലല്ലോ നിലവിൽ? വർക്കില്ല നിലവിൽ. എല്ലാ പക്ക വർക്ക്, ഇഞ്ചക്ടർ സൈഡ് എല്ലാം ഓക്കെ അല്ലേ? മെക്കാനിക്കലൊക്കെ പക്കയാണ്. അടുത്ത വണ്ടിയില്ലേ? അടുത്തത് ഡ്യുവൽ ടോൺ എറ്റിയോസ് ലിവ. ഇത് റീ വണ്ടിയാണ് അല്ലേ? റീ വണ്ടി. കേരള നമ്പർ ആയോ? ഇല്ല, NOC നമ്മൾ എടുത്തു. ഇവിടെ നിലമ്പൂർ എടുത്തു. കേരള 71 NOC എടുത്ത വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2018 ഫുൾ ഓപ്ഷൻ വണ്ടി. VXD ഏറ്റവും ടോപ്പ് എൻ്റെ 2018 ലിവ. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 120 അങ്ങാനോ, ജെനുവൻ കിലോമീറ്റർ. ഓക്കെ, സർവീസ് ഉണ്ടോ? സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എത്ര ഓണർഷിപ്പ് എത്രയാ? ഇതിപ്പോൾ നിലവിൽ സെക്കൻഡ് ഓണർ. ഇവിടെ ഇപ്പോൾ മാറിക്കഴിഞ്ഞാൽ സെക്കൻഡ് അല്ലേ? ഓക്കെ, VXD ആണ്. 1.4 ഓടിയ വാഹനം. ക്ലെയിം റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും നിലവിലില്ല. ഒന്നുമില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്, പുറകിൽ ആവറേജേ ഉള്ളൂ. നല്ല സീറ്റ് കവർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എടുക്കുന്ന പാർട്ടിക്ക് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനോ, ഓടിച്ചാൽ മതി. ഓക്കെ, സർവീസ് നിങ്ങൾ ചെയ്തിട്ടാണോ കൊടുക്കുക അതോ? അല്ല, സർവീസ് നമ്മൾ നിലവിൽ ഇപ്പോൾ എല്ലാ വണ്ടിയും നമ്മൾ പോളിഷ് ചെയ്താണ്ട് സർവീസ് ചെയ്ത് പക്കായിട്ട് കൊടുക്കും. അല്ല, വൃത്തിയാക്കിയാണ്ട് മെക്കാനിക്കൽ സർവീസ് ചെയ്ത് കൊടുക്കും. ഒന്നും ഉണ്ടാവില്ല. അല്ല, ഓയിൽ സർവീസ് ചെയ്തിട്ടാണോ കൊടുക്കുക അതോ ഒരു പുറത്ത് കൊണ്ടുപോയിട്ട് ചെയ്യേണ്ടി വരും? എങ്ങനെയാണ്? ചില വണ്ടികൾ എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന വണ്ടികൾ ഇപ്പോൾ 40,000 കിലോമീറ്റർ ഒരു 40 സർവീസ് എടുത്ത വണ്ടിയാണ്. അതാ ചോദിച്ചത്, അത് പറഞ്ഞിട്ട് കൊടുക്കൂലേ കറക്റ്റ് എത്രയാലും ചെയ്യണം എന്നുള്ള? കാരണം ചില ആൾക്കാർ വണ്ടി എടുത്ത് കൊണ്ടുപോയാലും അവർക്ക് സർവീസ് ചെയ്യാനുള്ള ഒരു അറിവുണ്ടാവില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഓടിച്ചു പോയി അവസാനം പിസ്റ്റം പിടിച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ വിളിക്കുക. നിങ്ങൾ തന്ന വണ്ടി പണിയാണ്, എഞ്ചിൻ പണിയാണെന്ന് പറഞ്ഞാൽ വിളിക്കാറില്ല. അപ്പോൾ കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞ് ക്ലിയർ ചെയ്ത് കൊടുക്കൂലേ ഇത്ര കിലോമീറ്റർ സർവീസ് ചെയ്യണമെന്നുള്ളത്? എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ചിലർ 2,000 കിലോമീറ്ററൊക്കെ ബാക്കി ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഒരു 30 ചെയ്ത് 38,000 കൊടുക്കുന്നുണ്ടാവും വണ്ടി. അപ്പോൾ അടുത്തൊരു 2,000 കിലോമീറ്റർ കഴിഞ്ഞാൽ സർവീസ് ചെയ്യണം. പക്ഷേ ഇവരത് ഓർമ്മിക്കാണ്ട് ഓടിയിട്ട് എഞ്ചിൻ പിടിച്ചു പോകും. അതിനുശേഷം പണി വരെ നിങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, പറഞ്ഞിട്ടല്ല കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 2018 VXD ലിവ എത്ര കൊടുക്കരുത്? നമ്മൾ 6.4 നമ്പർ ആക്കിയിട്ട് അല്ലേ? കേരള നമ്പർ ആയിട്ട് 6,25,000. അത് പ്രൈസ് എന്തൊക്കെ മാറ്റം വരുത്തിക്കൂടെ നമുക്ക്? മാറ്റങ്ങൾ വരും. കാരണം റീ വണ്ടി ആയി വന്നു. പിന്നെ കേരള വണ്ടി ആകുമ്പോൾ സാധനം മാറി. അതെ, കേരള വണ്ടി ആകുമ്പോൾ കുറച്ച് മാറി റേറ്റ് പിന്നെ. ഓക്കെ, അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും ലിവ തന്നെ, ഫുൾ ബ്ലാക്ക് ലിവ. ഇത് കേരളയോ അല്ല പുറത്തുള്ള വണ്ടിയാ? ഓക്കെ, നമ്പർ ഇവിടെ NOC എടുത്ത വണ്ടിയാണ്. നമ്മൾ ഇതിലെ വണ്ടികളൊക്കെ നമ്മൾ NOC അപ്പോൾ തന്നെ ഓൾറെഡി എടുത്തു പോരുന്ന വണ്ടിയാ. ഓക്കെ, എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? 2013 ലിവ. ഓക്കെ, ഡീസൽ ഏതാട്ടോ? ടോപ്പല്ല, മിഡിൽ ഓപ്ഷൻ. മിഡിൽ ഓപ്ഷൻ. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്, പക്ക വർക്കിംഗ്. 13. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ മെയിൻ ഗ്ലാസ് പറയാം. ഓക്കെ, മെയിൻ ഗ്ലാസ് മാത്രം അല്ല, വേറെ ഒന്നും മാറിയില്ലല്ലോ? വേറെ ഒന്നും മാറിയില്ല. ഓക്കെ, 13 മിഡിൽ ഓപ്ഷൻ ലിവയാണ്, ഡീസൽ. ഇപ്പോൾ KL 71 നമ്പർ ആവുകയാണ്. കിലോമീറ്റർ എത്ര കാണിക്കുന്നുണ്ട്? 1ന്റെ മുകളിലുണ്ട്. 1ന്റെ മുകളിൽ എന്ന് വെച്ചാൽ 2ന്റെ അടുത്തായോ? ഇല്ല, 2ന്റെ അടുത്തില്ല. 1.40 അങ്ങനെ സംതിങ്. കിലോമീറ്റർ ഒന്നും ജെനുവിറ്റി പറയാൻ പറ്റൂല, റീ വണ്ടിയാണ്. അതുകൊണ്ട് അങ്ങനെ കിലോമീറ്റർ വൈസ് നിങ്ങൾ ജെനുവിറ്റി നോക്കൊന്നും വേണ്ട. കൊണ്ടുപോകാൻ ചെക്ക് ചെയ്യുക. എങ്ങനെയാ നിലവിൽ വണ്ടികളുടെ മെക്കാനിക്കൽ അവസ്ഥ എന്താണെന്നുള്ള ചെക്ക് ചെയ്യുക. കിലോമീറ്ററൊക്കെ ജെനുവിറ്റി പറയണമെങ്കിൽ അത്രയും കറക്റ്റ് കമ്പനി സർവീസ് ജെനുവിനായിട്ട് വർഷാവർഷം കമ്പനി കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ 10,000 കയറിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കിലോമീറ്ററൊക്കെ നമുക്ക് ജെനുവിനായിട്ട് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമ്മൾ 3,45. 3,45,000 നമ്പർ ആയിട്ട് 2013 ഡീസൽ ലിവ 3,45 കൊണ്ടുപോകാം. പിന്നെ ടൊയോട്ട എഞ്ചിനാണ്, അതുകൊണ്ട് വണ്ടി ഒന്നും പേടിക്കാനില്ല. കാര്യങ്ങളെല്ലാം ക്വാളിറ്റിയിലുണ്ട്. കറക്റ്റ് മെക്കാനിക്കൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി, ഓടിക്കോളും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തതാ ഒരു റിഡ്സ് എത്തി, പെട്രോൾ റിഡ്സ് ആണ്. അപ്പോൾ ഇത്രയേറെ ഡീസൽ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഒരു പെട്രോളിലേക്ക് വന്നത് അല്ലേ? CNG ഉണ്ട്. അതാണ് പ്രത്യേകത. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2015-16 റേസർ LXI ബേസ് ഓപ്ഷൻ വാഹനമാണ്. 15 മോഡൽ, 16 രജിസ്ട്രേഷൻ. റീ ആണ് അല്ലേ? നമ്പർ ആയിട്ടില്ല. 71 NOC എടുത്തുണ്ട്. ഓക്കെ, ക്ലെയിമോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് വണ്ടി. 2 ഹെഡ്ലൈറ്റ് ഇതൊക്കെ മാറിയിട്ടുണ്ടല്ലേ? ഹെഡ്ലൈറ്റ് ഒക്കെ കാര്യങ്ങൾ ചെയ്താണ്. വണ്ടി എന്തായാലും നീറ്റ് ആക്കിയിട്ടുണ്ട്. സീറ്റ് കവർ നിങ്ങൾ ചെയ്താണ്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും നിലവിൽ കാണാനില്ല. കിലോമീറ്റർ എത്ര കാണിക്കുന്നത്? കിലോമീറ്റർ 1.60 മീറ്റർ കാണിക്കുന്നത്.
1,60,000 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അതായത് CNG ചെയ്ത വണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഓട്ടം ഉണ്ടാവും, മൈലേജ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. എത്ര കൊടുക്കുക ഇത്? ഇത് നമ്മൾ 2,90,000 ഇവിടെ നമ്പർ ആക്കിയിട്ട്, കേരള നമ്പർ ആയിട്ട് CNG ചെയ്ത റെഡ്സ് 2,90,000 15 മോഡൽ 16 രജിസ്ട്രേഷൻ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. പെട്രോൾ വണ്ടിയാണ്, ഡീസൽ പോലെ അത്ര മെയിൻ്റനൻസ് ആയിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? പെട്രോൾ അല്ലേ? ഓക്കെ. അപ്പോൾ CNGക്കും വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ല. CNGക്ക് മെയിൻ്റനൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഫുള്ള് അതിൻ്റെ സർവീസ് കാര്യങ്ങൾ, CNGൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്തു വെച്ചാൽ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ടൊയോട്ടയുടെ അൾട്ടിസ് ആണ്. KL 71 റീ ആയ വാഹനം. അതെ. ഓക്കെ. ടൊയോട്ട അൾട്ടിസ് എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2014-15 രജിസ്റ്റർ വണ്ടി. 14 മോഡലുണ്ട്, 15 രജിസ്ട്രേഷൻ. ഓക്കെ. കിലോമീറ്റർ 1,85,000 കിലോമീറ്റർ ഓടിയുണ്ട്. 1,85 ഡീസൽ വണ്ടി. ഓക്കെ. സർവീസ് ഉണ്ടോ 1,85-ഒക്കെ? സർവീസ് ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ടില്ല, പാർട്ടിക്ക് എടുത്തുകൊണ്ട് ചെയ്യാം. ഓക്കെ. ക്ലെയിമോ കാര്യമൊന്നും ഇല്ലല്ലോ? ഇല്ല, നിലവിൽ നമ്മൾ ഹിസ്റ്ററി എടുത്തിട്ടില്ല. ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ അല്ല, ബോഡി നിങ്ങൾ നോക്കിയിട്ട് ഗ്ലാസ് ബോഡി അങ്ങനത്തെ ഒന്നും മാറിയിട്ടൊന്നുമില്ലല്ലോ? ഓക്കെ. ഏതാ ഓപ്ഷൻ ഇത്? ഇത് ജെ ആണല്ലേ? ഓക്കെ. എത്രയാണ് ഇനിയിപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ 6,60,000. 6,60 കേരള നമ്പർ ആയിക്കഴിഞ്ഞ 14 മോഡൽ 15 രജിസ്ട്രേഷൻ അൾട്ടിസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 6,60 അല്ലേ? ലോൺ എത്ര കയറും? ലോൺ എന്തായാലും 6 ലക്ഷം കിട്ടും. മാക്സിമം കിട്ടണ്ട, മാക്സിമം നമുക്ക് ചെയ്തോ. അപ്പോൾ ഓരോ പാർട്ടിൻ്റെതല്ലേ ലോണിൻ്റെ കാര്യങ്ങൾ. അല്ല, പാർട്ടിൻ്റെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും വണ്ടിക്ക് ഏകദേശം കിട്ടും. ഏകദേശം 6-ന്റെ ഉള്ളിലായിട്ട് 6 ലക്ഷം വാല്യൂഷൻ കിട്ടുമല്ലോ അല്ലേ? ഓക്കെ. ഇതിന് പൊതുവെ മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജ് നമ്മൾ പറഞ്ഞാൽ 18-ന്റെ മേലേക്ക് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡീസൽ കിട്ടോ ഇത്? ഓക്കെ. പക്ഷെ വലിയ സൈസ് അല്ല, വണ്ടിയല്ല. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ടൊയോട്ട വണ്ടിയാണ്, അതുകൊണ്ട് കിലോമീറ്ററിൻ്റെ പേരിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളിത് 13-15 അൾട്ടീസിൻ്റെ വേറെ പഴയ ഷേപ്പ് ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ. ഓക്കെ. വേറെ ഉണ്ട് അൾട്ടീസ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും വിളിക്കാം. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ആ വീഡിയോ റൈറ്റ് ഓഫ് കോളറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ടാണ്. കരുവാരക്കുണ്ട് ടൗണിൽ നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഓൺ വീൽസിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ അയച്ചു കൊടുക്കാം അല്ലേ? ലൊക്കേഷൻ അയച്ചു കൊടുക്കാം. നിങ്ങളുടെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ആ നമ്പർ കിട്ടും. പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ എല്ലാവരും വരുമ്പോൾ വിളിച്ചിട്ട് വരിക. കാരണം വണ്ടി നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഡയറക്റ്റിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സോൾഡ് ഔട്ടായി പോകും. പല വർഷങ്ങളുണ്ടാവും. വിളിച്ച് കറക്റ്റ് എൻക്വയറി ചെയ്തതിന് ശേഷം മാത്രം വരിക അല്ലേ? കൺഫേം ആക്കിയിട്ട് വരിക. അതായിരിക്കും നല്ലത്. ദൂരം വരുന്ന ആളുകളല്ലേ? ഓക്കെ. അതായിരിക്കും ബെറ്റർ. കാരണം ഇത്രയും ദൂരം വന്നാൽ നഷ്ടമായി പോകും അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. ബൈ.